ശ്രീ ഷാജഹാൻ, എം.എ. ബേബി അമരക്കാരനായി വന്നതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള CPM-നകത്ത് അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന ഇന്ന് മലയാള മനോരമയുടെ തലവാചകം തന്നെ ക്യാപ്റ്റൻ ബേബി എന്ന്. ക്യാപ്റ്റൻ ബേബി എന്ന് പറയുന്നതിനകത്ത് തന്നെ ചില അന്തർലീനമായിട്ടുള്ള ചില സാധനങ്ങൾ. കാരണം ഇതുവരെ ക്യാപ്റ്റൻ വേറൊരാളായിരുന്നു, കപ്പിത്താനായിരുന്നു. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരുന്നത് വേറൊരാളായിരുന്നു. അല്ല, ഈ മനോരമ നേരത്തെ തന്നെ ബേബിയെ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവരാൻ വലിയ ശ്രമമല്ല. ഞാൻ പറഞ്ഞത് ഞാനതിനെക്കുറിച്ചല്ല പറയുന്നത്. അവരുടെ ഇന്നത്തെ തലവാചകം തന്നെ അതെ, ക്യാപ്റ്റൻ ബേബി. ക്യാപ്റ്റൻ ബേബി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇനി ക്യാപ്റ്റൻ ബേബിയാണ് എന്നുള്ളതാണ്. മനസ്സിലായി? ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ്റെ കീഴിലാണല്ലോ ബാക്കിയുള്ളവരെല്ലാം. പിണറായി വിജയനാണ് ഇതുവരെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായി? ആ സ്ഥാനത്ത് പിണറായി വിജയനിൽ നിന്ന് മാറി കേരളത്തിൽ CPM-ൻ്റെ ക്യാപ്റ്റൻ ബേബിയാണ് എന്നാണ് മനോരമ പറഞ്ഞു എന്നുള്ളതല്ല, ആ തലവാചകത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ഇതുവരെ ക്യാപ്റ്റൻ പിണറായിയാണ്, ഒരു 10 വർഷമെങ്കിലുമായിട്ട്, 14 വർഷമായിട്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരേ ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്താ? കേരളത്തിലെ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ചോദ്യം ചെയ്യപ്പെടാത്ത ഒറ്റ നേതാവേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ബദൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. 2014 ശേഷം, 2014 VS അസ്തമിക്കുന്നത്. VS അത് കഴിഞ്ഞ് കുറച്ചാളുകൂടി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും 2014 VS കണ്ട് അസ്തമിച്ചു. അപ്പോൾ കഴിഞ്ഞ 11 വർഷക്കാലമായി കേരളത്തിലെ ഇൻഫാലിബിളായിട്ടുള്ള ഒരു നേതാവ് പിണറായി വിജയനായിരുന്നു. ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവ്. അതായത് ഈ കത്തോലിക്കർക്ക് പോപ്പ് പോലെയായിരുന്നു പിണറായി വിജയൻ പറയുന്നതാണ് നിയമം. ലോ അൺടു ദംസെൽസ്. പിണറായി വിജയൻ നാളെ രാവിലെ ഇത് നിയമമാണെന്നുള്ള നിയമമാണ്. പിണറായി വിജയൻ നാളെ രാവിലെ പറയുകയാണ് ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ CPM-കാർക്ക് രാത്രിയാണ്. അതായിരുന്നു പിണറായി വിജയൻ. അവിടെയാണ് CPM-ൽ ഒരു ക്യാപ്റ്റൻ എന്നുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള ആദ്യത്തെ നിരീക്ഷണം പിണറായി വിജയനൊരു ബദലുണ്ടായിരിക്കുന്നു. നമ്പർ 1. നമ്പർ 2, ആ ബദലെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലുള്ളൊരു ബദലാണ്. മനസ്സിലായോ? ഇപ്പം ബേബി ഇന്നലെ വരെ പിണറായി വിജയൻ്റെ സമശീർഷനായിരുന്നു. രണ്ടുപേരും പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, പാർട്ടിക്കകത്ത് അധികാരം കൂടുതൽ പിണറായിക്കുണ്ടായിരുന്നുള്ളത് വസ്തുത. പക്ഷേ രണ്ടുപേരും പാർട്ടിക്കകത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറും ബേബി CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. അപ്പോൾ 1, പിണറായി വിജയനൊരു ബദൽ വന്നിരിക്കുന്നു. 2, ആ ബദൽ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനം. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ബേബി അസർട്ട് ചെയ്യുകയാണെങ്കിൽ, ബേബി ആ സ്ഥാനം അതോറിറ്റേറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയന് ഏറ്റവും വലിയ ക്ഷീണമായിരിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? ബേബി ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താണ്? ഞാൻ വേറെ യൂട്യൂബ് ചാനലുകളിലും എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലെ പാർട്ടി സമം പിണറായി എന്ന് പറഞ്ഞ പാർട്ടി, ഇന്ത്യയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ, അതുകൊണ്ട് ഇന്ത്യയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. ഇതായിരുന്നു എൻ്റെ ഒരു ഫോർമുലേഷൻ. അതായത് കേന്ദ്രത്തിലെ പാർട്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിലും ഡീസൽ അടിക്കണമെങ്കിലും ഒക്കെ ഇവിടുന്ന് കാശ് പോകണം. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ പിണറായി വിജയൻ തീരുമാനിക്കും. ഇതായിരുന്നു എൻ്റെ വാദം. അത് തെറ്റി. ആ വാദം തെറ്റിയത് എങ്ങനെ, എന്തുകൊണ്ട്? അതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ ഈ വാദം പറഞ്ഞത് 3-ാം തീയതിക്ക് മുമ്പായിരുന്നു. 3-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? 3-ാം തീയതിയാണ് ഒരു വലിയ ബോംബ് പാർട്ടി കോൺഗ്രസിലേക്ക് വന്ന് വീണത്. അതാണ് പിണറായി വിജയൻ്റെ മകളെ പ്രതി ചേർത്തുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ കമ്പനി മന്ത്രാലയം കൊടുത്ത അനുവാദം. അപ്പോൾ അതിന് പിന്നിൽ വലിയൊരു പ്രവർത്തനം നടന്നു ആരൊക്കെ? അല്ല, ഞാനതിലേക്ക് വരാം. നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് അതിലേക്ക്. ആ ബോംബ് വീണതോടുകൂടി പിണറായി വിജയൻ ശരിക്കും ഈ പറഞ്ഞൊരു പഴന്തുണിയായി പോയി. ഒരു തീപ്പന്തമായി നിന്ന പിണറായി വിജയൻ ഇത് വന്നതോടുകൂടി വെറും പഴന്തുണിയായി പോയി. വെറും ഈ പറഞ്ഞ പോലെ എന്താണ് ഈ
പിന്നെ പഴങ്കഞ്ഞിയായിപ്പോയി പിണറായി. ഒറ്റ ദിവസം കൊണ്ട് പിണറായിൻ്റെ ക്ലൗട്ട് കംപ്ലീറ്റ് അങ്ങ് പോയി. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ എതിരായിട്ട് നിൽക്കുന്ന ഘടകം പ്രധാനമായും ബംഗാൾ ഘടകം. ആ ബംഗാൾ ഘടകത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീമാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചത്. വടക്ക് നിന്നുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവാണ് അശോക് ധാവളെ. കാരണം വെച്ചാൽ നയപരമായിട്ടുള്ള ശത്രുതയാണ്. അയാളാണ് മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിനിനെ എതിർത്ത് സമരം നടത്തിയിട്ടുള്ളത്. മനസ്സിലായി? അയാളാണ് കേരളയിൽ ഏറ്റവും വലുത്. അപ്പോൾ പിണറായി വിജയൻ്റെ നവലിബറൽ നയങ്ങളെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അശോക് ധാവളെ. ആ അശോക് ധാവളെയാണ് ബേബി ജനറൽ സെക്രട്ടറി ആവണം എന്നുള്ള മുഹമ്മദ് സലീമിൻ്റെ ആവശ്യത്തെ പിന്തുണച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായും ബേബി വന്നിരിക്കുന്നത് മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെ എല്ലാം സർവാത്മന ഉള്ള പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ ചില കാര്യങ്ങളിൽ അവർ തൃപ്തരല്ലാതെ അല്ല, അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അത് ഇതുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ UP-യുടെയും ഒക്കെ വന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയുടെ. അത് അവിടെ നിന്ന് കിട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു, അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ്റെ മകൾക്കെതിരെ വന്നിട്ടുള്ള ഈ വിഷയം ശരിക്കും പിണറായി വിജയനെ കരിച്ചു കളഞ്ഞു പൊളിറ്റിക്കൽ അല്ല പാർട്ടി കോൺഗ്രസ്. പിണറായി വിജയൻ്റെ ക്ലൗഡ് കംപ്ലീറ്റ് അതിനകത്ത് പോയി. CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്താ? അത് CPM എന്നല്ല, എല്ലാ ബൂർഷ്വാ പാർട്ടികളുടെയും ക്യാരക്ടറാണ്. അതായത് അധികാരം എവിടെയുണ്ടോ അതിൻ്റെ കൂടെ ആയിരിക്കും ആൾ. അതിപ്പോൾ മോഡിയുടെ കാര്യം എടുത്താലും പിണറായിയുടെ കാര്യം എടുത്താലും ഒക്കെ അത് തന്നെ. അധികാരമാണ് ഡിനോമിനേറ്റർ. അധികാരം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ആൾ. പിണറായി വിജയന് കേരളത്തിൽ അധികാരം ഉണ്ടായിരുന്നുകൊണ്ട് പിണറായി വിജയൻ്റെ കൂടെ ആയിരുന്നു ആളുകൾ. പിണറായി വിജയനെതിരായിട്ട് വലിയൊരു ഫോഴ്സ് കേരളത്തിലെ പാർട്ടിയിലുണ്ട്. പക്ഷേ അവർക്കൊന്നും നിൽക്കാൻ വേറൊരു സ്ഥലമില്ല. കാരണം പിണറായി മാത്രമാണ് നേതാവ്. അപ്പോൾ പിണറായിക്കെതിരെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് അവർക്കാർക്കും ഒരു ഉറപ്പുമില്ല. കാരണം പിണറായി മാത്രമാണ് ചിത്രത്തിലുള്ളത്. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയനേക്കാൾ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കാമെന്നറിയാമോ? ഇന്ന് രാവിലെ വരെ പിണറായി വിജയൻ്റെ കൂടെ നിന്നവർ പോലും നാളെ ബേബിയിലേക്ക് പോകും. കാരണം ബേബിയുടെ ഇടയിലാണ്. പിന്നെ ബേബി ഒരു ചെറിയ മീനല്ല. ബേബി അസർട്ട് ചെയ്യുന്ന ആളാണ്. ബേബിയെ കാണുമ്പോൾ നമുക്ക് വളരെ സുമുഖൻ, വളരെ സോബറായിട്ട് പെരുമാറുന്ന ആൾ, ബുദ്ധിജീവി, കലാസാംസ്കാരിക രംഗത്തെ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബേബി ചെറിയ ആളല്ല. ബേബി അസർട്ട് ചെയ്യുന്ന ആളാണ്. ബേബിക്ക് പിണറായി വിജയനോട് അടങ്ങാത്തീരാത്ത പകയുണ്ട്. 2014 കൊല്ലത്തെ മത്സരത്തിൽ അത് അത് അവിടുന്ന് തുടങ്ങി. 2014 ബേബിയെ തോൽപ്പിച്ചത് പിണറായി വിജയനാണ്. പരനാറി പ്രയോഗം കൊണ്ട് മാത്രമാണ് ബേബി അന്ന് തോറ്റത്. കാരണം കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ബേബി. വലിയ ബഹുമാനം കിട്ടിയിരുന്ന ഒരാൾ. ബേബിയുടെ സ്വന്തം ജില്ലയാണ് കൊല്ലം ജില്ല. അവിടെ നിന്നാണ് ബേബി കുണ്ടറയിൽ നിന്ന് ജയിച്ച് വിദ്യാഭ്യാസം മന്ത്രിയായത്. സ്വാഭാവികവും ബേബി അവിടെ ജയിക്കുമായിരുന്നു. ബട്ട് ഫോർ ഇയാളുടെ ഈ പരനാറി. അതിനുശേഷം പിന്നെ നടന്ന സംഭവങ്ങൾ എന്താ? അതിനുശേഷം നടന്ന സംഭവം, കോടിയേരി ബാലകൃഷ്ണൻ അവധിക്ക് പ്രഖ്യാപിച്ചപ്പോൾ ബേബിയെ സെക്രട്ടറി ആക്കണമെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ ആഗ്രഹം. ഇയാൾ സമ്മതിച്ചില്ല. ഇയാൾ ബേബിയായിട്ട് നോക്കുമ്പോൾ വെറും നഴ്സറി കുട്ടിയുടെ എക്സ്പീരിയൻസ് മാത്രമുള്ള വിജയരാഘവനെ പാർട്ടി സെക്രട്ടറി ആക്കി. അത് കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോഴും ശരിക്കും സീനിയോറിറ്റി പ്രകാരം ബേബിയായിരുന്നു ആവേണ്ടിയത്. ബേബിക്കായിരുന്നു എല്ലാ യോഗ്യതയും. അവിടെയും ബേബിയെ മാറ്റി നിർത്തിയിട്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒരാളെ രാജിവെച്ച് കൊണ്ടുവന്ന് സെക്രട്ടറിയാക്കി. അയാളും ബേബിയെക്കാളും വളരെ ജൂനിയർ. അതിനുശേഷം സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ പാർട്ടി കോൺഗ്രസ് വരെയെങ്കിലും കോർഡിനേറ്റർ ആവേണ്ടത് MA ബേബി ആയിരുന്നു. അങ്ങനെയായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ ആഗ്രഹം. അതും വെട്ടി. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ബേബി അറിയിക്കുന്നുണ്ടായിരുന്നില്ല. അല്ല, ഈ PV അങ്ങ് ആയിരിക്കുമ്പോഴും സംസ്ഥാന ഘടകത്തിലൂടെ പല കാര്യങ്ങളെ അടുപ്പിക്കാതെ നിർത്തിയിരുന്നു എന്നുള്ളതാണ് അല്ലേ? പല കാര്യങ്ങളിൽ നിന്നല്ല, ഒരു കാര്യത്തിലും ബേബി അടുപ്പിക്കില്ലായിരുന്നു. AK സെൻട്രൽ തൊട്ട് എതിർവശത്താണ് ബേബിയുടെ മുറിയെങ്കിലും ആ ബേബിയോട് ഒരു കാര്യങ്ങളും അറിയിക്കില്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും. ബേബി ശരിക്കും ഒരു അവരനായിരുന്നു കേരളത്തിൽ. ബേബി ആരുമായിരുന്നില്ല. ബേബി ഒന്നും അറിയിച്ചിരുന്നില്ല. ബേബി ഒരു അപ്രസക്തനായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം. അവിടെ നിന്നാണ് ബേബി ഇന്ന് ഏറ്റവും CPM-ൻ്റെ 1ാം നമ്പറായിട്ട് ബേബി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് രാവിലെ പിണറായിയോടൊപ്പം നിന്നവർ പോലും നാളെ ബേബിയുടെ പുറകിൽ അണിനിരക്കുന്ന വളരെ രസകരമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി പിണറായി വിജയൻ പ്രതിസന്ധിയുടെ നാളുകളാണ്. മകൾക്ക് ചിലപ്പോൾ സമൻസ് കിട്ടും,
അറസ്റ്റിന് അധികാരമുള്ള സംവിധാനമാണ് SFI ചിലപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ കുറ്റപത്രം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് CMR ഡൽഹി ഹൈക്കോടതി പോയിട്ടുണ്ട്. എൻ്റെ വാദം നാളെ മറ്റന്നാൾ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് തള്ളും. അങ്ങനെ ഓരോ തവണ തള്ളുമ്പോഴും പ്രഷർ കൂടും. സ്വാഭാവികമായും ബേബിക്ക് നിലപാടെടുക്കേണ്ടി വരും, പോളിറ്റ് ബ്യൂറോയ്ക്ക് നിലപാടെടുക്കേണ്ടി വരും. പോളിറ്റ് ബ്യൂറോ പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പിണറായി വിജയനെതിരാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം ബേബിയുടെ പേര് പിണറായി വിജയൻ അല്ല പറഞ്ഞത്. ബേബി വരണമെന്നായിരുന്നില്ല പിണറായി വിജയൻ. വൃന്ദാക്കാരാട്ടിനൊക്കെ പ്രായത്തിൽ ഇളവ് കൊടുത്ത് അവർ ആദ്യത്തെ വനിതാ സെക്രട്ടറി എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് പോളിറ്റ് ബ്യൂറോയും മറ്റ് സംസ്ഥാനങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബേബി വന്നത്. നാളെ പിണറായി വിജയൻ, ഈ പാർട്ടിക്ക് ഒരു ബാധ്യതയാണ്, പിണറായി വിജയൻ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി ഒരു പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ്സായിരിക്കും. കാരണം പിണറായി വിജയൻ അനുകൂലിക്കാൻ അവിടെ ആളുകളില്ല. പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ അങ്ങനെ പാളിപ്പോകാറില്ലായിരുന്നു. ഇവിടെയാണ് അതിനതൊരു സംഭവം. അല്ല, അത് പാളി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. ഇപ്പം കണ്ണൂർ ലോബി, ആ കണ്ണൂർ ലോബി അപ്രസക്തമായി പോകുന്നതാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ്സിൽ നമ്മൾ കണ്ടത്. കണ്ണൂരിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരാൾ പോലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നിട്ടില്ല. 3 പേരെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ TP രാമകൃഷ്ണൻ കോഴിക്കോടുകാരനാണ്, പുത്തലത്ത് ദിനേശൻ കോഴിക്കോടുകാരനാണ്, സലീഖ പാലക്കാടുകാരിയാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാവുന്ന എത്ര പേരുണ്ട് കണ്ണൂരിൽ? അവർക്കാർക്കും ചാൻസ് കിട്ടിയില്ല. KK രാകേഷിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, MV ജയരാജനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. KK ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ വരും എന്ന് പറഞ്ഞു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 7 പേര് പോയതാണ്. KK ശൈലജയ്ക്ക് പോളിറ്റ് ബ്യൂറോയിൽ വരാനുള്ള എല്ലാ യോഗങ്ങളും നടപ്പിച്ചില്ല. അപ്പോൾ കണ്ണൂർ ലോബിക്ക് പോലും ഒരു സ്പേസ് ഇത്തവണ പാർട്ടിയിൽ കിട്ടിയിട്ടില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ബേബിയുടെ ഈ വരവുണ്ടാക്കാൻ പോകുന്നത് ചെറിയ ചലനങ്ങളായിരിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഇനി കാണും. ബേബി ഇപ്പം പിണറായി വിജയൻ നയിക്കും, അല്ലെങ്കിൽ മകളുടെ കാര്യം രാഷ്ട്രീയ പ്രതിനിധിയാണെന്നൊക്കെ ബേബി പറഞ്ഞിട്ടുണ്ട്. ബേബി അതൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം പാർട്ടിയെ പ്രതിരോധിക്കാൻ ബേബി തുടങ്ങിയിട്ടേ ഉള്ളൂ. ബേബിക്ക് ഇനി 3-4 വർഷമുണ്ട്. ബേബി 70 വയസ്സായിട്ടുള്ളൂ. ബേബിക്ക് ഇനി 5 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാം. അതുകൊണ്ട് ബേബി അതൊക്കെ വളരെ ചിട്ടയോടുകൂടി ചെയ്യാൻ അറിയാവുന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്, ഒരു സ്കീമറാണ്. ശരിക്കും അധികാരം കിട്ടിയാൽ പിണറായി വിജയനെ എതിർക്കാൻ കഴിയുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു നേതാവ് എന്നുണ്ടെങ്കിൽ ബേബി മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അധികാരം കിട്ടിയാൽ പോലും പിണറായി വിജയനെ ഇതുപോലെ എതിർക്കാൻ പറ്റില്ല. പിന്നെ പിണറായി വിജയന് ബേബി പിടിക്കാനും പറ്റില്ല. കാരണം എന്താ, ബേബി അധികാര സ്ഥാനത്ത് കഴിഞ്ഞ് 10 വർഷമായിട്ടുണ്ടായിരുന്നില്ല. ഈ അധികാര സ്ഥാനത്ത് ഇരുന്നവരെയാണല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോലീസിനെയൊക്കെ വെച്ച് പിടിക്കാൻ കഴിയുക. ബേബി 2011 പോലെ അധികാരത്തിലില്ല. 2011, 2021, 14 വർഷമായിട്ട് ബേബി അധികാരത്തിലില്ല. അതുകൊണ്ട് ബേബിയെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അഴിമതിയോ മറ്റതോ മറിച്ചതോ എന്തെങ്കിലും കുഴപ്പങ്ങളെന്നൊക്കെ പറഞ്ഞ് പിടിക്കാനും കഴിയില്ല പിണറായി വിജയന്. പിണറായി വിജയന് ബേബി ജനറൽ സെക്രട്ടറി ആയത് വലിയൊരു ഇടുത്തിയാണ്. പിണറായി വിജയൻ്റെ തലയിൽ വീണൊരു ആറ്റം ബോംബാണ് ബേബി എന്നുള്ളത് വരും മാസങ്ങളിൽ പിണറായി വിജയൻ അറിയാൻ പോവുകയാണ്. വലിയ സമ്മർദ്ദമാണ് ഇതിലൂടെ പിണറായി വിജയന് മേൽ ഉണ്ടാവാൻ പോകുന്നത്. പിണറായി വിജയൻ താഴത്തോട്ട് പോകുന്നുണ്ട്. പിണറായി വിജയൻ്റെ അടുത്തുനിന്ന് ഓരോ ദിവസവും ഇങ്ങനെ അടന്നടന്ന ആളുകൾ വീണുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ കാണാൻ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.